ലോകത്തിന്റെ അനുഭവങ്ങളും വേറിട്ട കഥകളുമായി അറേബ്യൻ ഐയുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സാങ്കേതിക വിദ്യയ്ക്ക് അനന്ത സാധ്യതകളാണുള്ളത്. വായനയിലും എഴുത്തിലും അത് പ്രകടവുമാണ്. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള വിവരങ്ങളും പുസ്തകങ്ങളും നിങ്ങൾക്കിന്ന് ലഭ്യമാണ്. ഇതേ മാതൃകയിൽ തങ്ങളുടെ പുസ്തകങ്ങളുടെ അമൂല്യമായ ശേഖരം തുറന്നു വയ്ക്കുകയാണ് ഷാർജ പോലീസ്. പോലീസിന്റെ റിസർച്ച് വിങ്ങിന്റെ നേതൃത്വത്തിൽ 30,000-ലധികം പുസ്തകങ്ങളാണ് ഡിജിറ്റലൈസ് ചെയ്യുന്നത്. അക്ഷരങ്ങളോടുള്ള ഷാർജയുടെ പ്രണയം പ്രശസ്തമാണ്. ഷാർജ പോലീസും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാവുകയാണ്. തങ്ങളുടെ സുരക്ഷാ ശേഖരത്തിലുള്ള പുസ്തകങ്ങളെല്ലാം ഓൺലൈനാക്കി മാറ്റുകയാണ് ഷാർജ പോലീസിൻ്റെ റിസർച്ച് വിങ്. പൊതുവെ ശാന്തമായ അന്തരീക്ഷമാണെങ്കിലും അകത്ത് തിരക്കിട്ട ജോലികൾ പുരോഗമിക്കുകയാണ്. UAE-യിലെ ആദ്യത്തെയും അറബ് ലോകത്തെ രണ്ടാമത്തെയും സെക്യൂരിറ്റി ഡിജിറ്റൽ ലൈബ്രറിയാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഷാർജ പോലീസ് റിസർച്ച് വിങ് ആണ് ഡിജിറ്റലൈസേഷൻ പ്രക്രിയകൾ നടപ്പാക്കുന്നത്. നിലവിൽ 15,000-ഓളം പുസ്തകങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട്. We started that from 100 days. We started that project. This is icon for application Sharjah Police or the website for Sharjah Police. Anybody need reading for that is like Google it or read it, going inside for the icon and see which the book is needed, is coming inside and see 30,000 books inside. ഷാർജ പോലീസിന്റെ വെബ്സൈറ്റിൽ നിന്നും ലോകത്തിന്റെ ഏതു കോണിലുള്ളവർക്കും പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കും. ഇതിനു പുറമെ പുസ്തകങ്ങളുടെ പുറത്തുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ PDF കോപ്പി ലഭിക്കുന്ന തരത്തിൽ സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ എല്ലാവരിലേക്കും അറിവ് എത്തിക്കുക എന്ന മഹത്തായ ചിന്തയുടെ ഭാഗമായിട്ടാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിനായി പ്രത്യേകം വളണ്ടിയർമാരുടെ സേവനമാണ് ഉപയോഗപ്പെടുത്തുക. ഒക്ടോബറിൽ തുടങ്ങിയ പദ്ധതിയുടെ ആദ്യഘട്ടം അവസാനിച്ചു. ഇപ്പോൾ രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ്. We convert this hard book to e-books so people around the world can read and research and write their research. We use the volunteers to help us. Volunteers from centers, from Sharjah volunteer centers, the Red Crescent and Emirates volunteer center. Now we have 25 volunteers. സ്ത്രീകളും പുരുഷന്മാരും വളണ്ടിയർമാരായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. 2 ഷിഫ്റ്റുകളിലായിട്ടാണ് ജോലികൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ബാച്ച് 2 ആഴ്ച മുൻപാണ് ഇവിടെ എത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന ബാച്ച് അവരുടെ പ്രവർത്തനം പൂർത്തിയാക്കി മടങ്ങി. We are working on the Excel sheet, preparing and filling the details of the non-available books on the digital, which will be sent to the consulted company for the IT and digital transformation. After that, there will be a classification as per the DOE system, which will be the last phase. പൂർണ്ണമായും കർമ്മനിരതരായിട്ടുള്ള വളണ്ടിയർമാരാണ് ഡിജിറ്റലൈസേഷൻ പ്രക്രിയകൾ നടപ്പിലാക്കുന്നത്. വിവിധ രാജ്യക്കാരായ വളണ്ടിയർമാർ ഇവിടെയുണ്ട്. പദ്ധതി പൂർത്തീകരിക്കാൻ സഹായിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ ലഭിക്കുന്നു എന്നതും പ്രത്യേകതയാണ്. അറബി, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് നിലവിൽ ലൈബ്രറിയിലുള്ളത്. നിയമം, സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് അധികവും. ഇതിനു പുറമെയുള്ള പുസ്തക ശേഖരങ്ങളും ലൈബ്രറിയിലുണ്ട്. ബുക്ക് ഫെയറുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് കൂടുതൽ ഇങ്ങോട്ട് വാങ്ങിയിട്ട് കൊണ്ടുവരിക. ഇപ്പോൾ ഈ ബുക്ക് ഫെയർ കഴിഞ്ഞിട്ട് തന്നെ ഓരോരോ ആൾക്കാർ ഇവിടുന്ന് പോയിട്ട് ഗവൺമെൻറ് അനുവദിക്കുന്ന ആ തുകയിൽ നിന്നും അവർ ഒരു നിശ്ചിത ബുക്ക് അവിടെ പോയി കളക്ട് ചെയ്യും. അത് കളക്ട് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ എൻട്രി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെയാണ് കൂടുതലും ഈ ബുക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതിനു മുമ്പുള്ള മുദീറും ഒരുപാട് ബുക്കുകൾ, നമ്മുടെ നിയമപരമായ ബുക്കുകൾ, അതിന് ഓരോന്നും അവർ എഴുതുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടുതലും നിയമപരമായ ബുക്കുകൾ, പിന്നെ ക്രിമിനൽ പരമായ ബുക്കുകൾ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. പിന്നെ ഇംഗ്ലീഷിലും ഉണ്ട്, അറബിയിലും ഉണ്ട്,
എല്ലാ മേഖലകളിലെ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഇസ്ലാമിക് പരമായ പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ ഓരോ സെക്ഷനാണ്. ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടുക എന്ന് പറഞ്ഞ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്നവർക്ക് അറിവ് പങ്കുവയ്ക്കലും ജീവിതത്തിൻ്റെയും ആത്മീയതയുടെയും ഭാഗമാണ്. അതത് കാലങ്ങളിൽ അതിനനുസൃതമായ രീതിയിൽ അറിവിനെ നേടാനും പങ്കുവയ്ക്കാനും ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.